അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളും, ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മുജറബായ പരിശോധിച്ച് ഫലം കിട്ടിയ ഒരു ദിക്റിനെ കുറിച്ചാണ് ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അതായത്, കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. കടങ്ങൾ ബാക്കിയാവലോടുകൂടെ നമ്മുടെ മരണം അടുക്കുക എന്നുള്ളത് വല്ലാത്ത പ്രയാസങ്ങൾ നിറഞ്ഞൊരു കാര്യമാണ്. അല്ലാഹു തആല കൂട്ടത്തിൽ നമ്മെല്ലാവരെയും കൂട്ടത്തിൽ പെടുത്താതെ കടങ്ങളൊക്കെയും മറ്റു മനുഷ്യരുമായിട്ടുള്ള ബാധ്യതകളെല്ലാം കൊടുത്തു വീട്ടി നല്ല രൂപത്തിൽ ഈ ലോകത്തുനിന്ന് ഇവിടെ പറയാൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരിക്കൽ ഒരു സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഹളറത്തിൽ വന്ന് പറയുകയാണ്, ഹുമൂമുൻ ലസിമത്നി വദുയൂനുൻ യാ റസൂലല്ലാഹ്. നബിയെ, എനിക്ക് കടങ്ങൾ ധാരാളമായി, ഒരുപാട് കടങ്ങൾ പെറുത്ത് ടെൻഷനിലാണ്. ഞാനിപ്പോൾ വല്ലാത്ത ടെൻഷനിലാണ് നബിയെ. ആ ഒരു ടെൻഷന്, ആ ഒരു കടം തീർന്നു കിട്ടാൻ എനിക്ക് എന്തെങ്കിലും ഒരു പരിഹാരമാർഗം അങ്ങൊന്ന് പഠിപ്പിച്ചു തരണമെന്ന് ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിൽ വന്ന് ടെൻഷനോട് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുന്നു, അഫലാ ഉഅല്ലിമുക കലാമൻ ഇദാ ഖുൽതഹു അദ്ഹബല്ലാഹു ഹമ്മക വഖദ അൻക ദൈനക. നിങ്ങൾക്ക് ഒരു ദിക്ർ, ഒരു കലാമു നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. അത് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ ടെൻഷനും നിങ്ങൾക്ക് കുന്നുകൂടിയ ഈ ഒരു കടം അല്ലാഹു തആല എല്ലാം നീക്കിത്തന്ന്, കടങ്ങൾ തീർക്കാനുള്ള വഴി കാണിച്ചു തന്ന്, നിങ്ങൾക്കുള്ള ടെൻഷന് നീക്കിത്തന്ന് സന്തുഷ്ട ജീവിതം കടന്നു വരും. അങ്ങനെയുള്ള ഒരു കലാം നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണ് ഈ ദിക്ർ. اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال എന്ന ഈ ദിക്ർ ആ സ്വഹാബിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ആ സ്വഹാബി ചെയ്തു. ആ സ്വഹാബി പറയുന്നു, എൻ്റെ ടെൻഷനും എനിക്കുള്ള കടം അല്ലാഹു തആല തീർത്തു തന്നു. ഈ ഒരു ദിക്ർ ഞാൻ പതിവാക്കിയ കാരണത്താൽ ഈ ദിക്ർ എല്ലാവരും പതിവാക്കണം. നിസ്കാരങ്ങൾക്കുള്ള സുജൂദുകളിലടക്കം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന എന്നുള്ളത്. സദാസമയവും, രാവിലെയും വൈകുന്നേരവും, രാത്രി കിടക്കാനുള്ള സമയവും, എല്ലാ സമയത്തും നിങ്ങൾ പതിവാക്കുക. തീർച്ചയായും കടങ്ങൾ തീർന്നു കിട്ടും. മലയോളം കടമുണ്ടെങ്കിലും കടങ്ങൾ തീർക്കാനുള്ള ഒരു വഴി നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടെങ്കിലും അല്ലാഹു തആല കാണിച്ചു തരും. അല്ലാഹു അവൻ്റെ ഖജനാ വിശാലമായതാണ്. എല്ലാ നല്ല വിശ്വാസത്തോടു കൂടി തന്നെ ചൊല്ലുക. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.